ലോകകപ്പ് പ്രവചന മത്സരത്തിൽ പ്രമുഖ രാജ്യാന്തര പ്രവചന സിംഹങ്ങൾ തോറ്റെടുത്ത് തദ്ദേശീയ ജ്യോതിഷി വിജയിക്കുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ജ്യോതിഷി ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നറിയാൻ ഈ റിപ്പോർട്ട് വേണം. ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഫിഫ വേൾഡ് കപ്പ് 2026 ഇന്നലെ നടന്ന അർജന്റീന ഇംഗ്ലണ്ട് മത്സരം. ഇതിനെപ്പറ്റിയും പിന്നെ ഗ്രീൻ സ്റ്റോൺ ലോക്കോ, ഈ പുള്ളിക്കാരനെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്യോതിഷിയാണെന്നാണ് വാർത്തയിലൊക്കെ പറയുന്നത്. ഞാനിപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയക്കകത്ത് നിന്ന് ഇപ്പം ബ്രേക്ക് എടുത്തേക്കുക. 2023 കൃത്യ ഡേറ്റ് പറയുകയാണെങ്കിൽ നവംബർ 15 16 ആ ഒരു ഡേറ്റിലാണ് ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്നത്. കയറും, അതുവരെ എനിക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ ഇന്നലെ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു ഗ്രീൻ സ്റ്റോൺ ലോഗോ പ്രവചിച്ചത് ഇംഗ്ലണ്ട് ഈ വേൾഡ് കപ്പ് പൊക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അത് അർജന്റീന കളി തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യമാണ് ഞാൻ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പ്രവചനം എന്നൊക്കെ പറയുമ്പം ഇന്നലെ എങ്ങും തുടങ്ങിയ പരിപാടിയല്ല, പണ്ട് തൊട്ടേ. പക്ഷേ വേൾഡ് കപ്പ് ഫൈനലിൽ, ഫിഫ വേൾഡ് കപ്പ് ആയിരുന്നു, അതിൻ്റെ ഫൈനലിൽ എത്തുന്ന ടീമിനെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു നീരാളിയെ വെച്ച് പ്രവചിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് ഇന്നലെ ഒന്നും തുടങ്ങിയത്. പക്ഷേ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ, ഇതുപോലത്തെ വ്യാജമായിട്ടുള്ള ജ്യോതിഷിമാരൊക്കെ വന്ന് പ്രവചിക്കുന്നത് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ സ്റ്റോൺ ലോഗോ, ഈ പുള്ളിക്കാരൻ പ്രവചിച്ചത് എന്തുവാണെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടോ? ഗ്രീൻ സ്റ്റോൺ ലോബോ എന്ന പേരിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അറിയപ്പെടുന്ന ജ്യോതിഷിയാണ് ഇദ്ദേഹം. വീഡിയോകളിൽ നിന്ന് കക്ഷി ഒരു തമിഴ്നാട്ടുകാരനാണെന്നാണ് മനസ്സിലാക്കുന്നത്. ജൂൺ 8 തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ 2026 ലോകകപ്പ് ജേതാക്കളെ ഇദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അന്ന് പല ആളുകളും അത് കാര്യമാക്കിയില്ല. പക്ഷേ കളി കാര്യത്തോടടുത്തപ്പോൾ ജ്യോതിഷിയുടെ പ്രവചനം വീണ്ടും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കി. 2018, 2022 ഫിഫ ലോകകപ്പുകൾ, ക്രിക്കറ്റ് ലോകകപ്പുകൾ, IPL കിരീടങ്ങൾ എന്നിവ കൃത്യമായി പ്രവചിച്ചയാളുടെ വാക്കുകൾ സത്യമാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 60 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ട് കപ്പെടുക്കുമെന്നാണ് ജ്യോതിഷിയുടെ പ്രവചനം. ഗ്രഹങ്ങളുടെ സഞ്ചാരവും മറ്റും കണക്കുകൂട്ടിയാണ് ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെല്ലാം. പ്രവചനം തെറ്റിയാൽ തന്നെ അൺഫോളോ ചെയ്യാനും ജ്യോതിഷി ചലഞ്ച് ചെയ്യുന്നുണ്ട്. ജ്യോതിഷിയുടെ വാക്കുകൾ സത്യമാകുമോ എന്നറിയാൻ ഇന്ന് രാത്രി വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ഇംഗ്ലണ്ട് ജയിച്ചാൽ പ്രവചന സിംഹങ്ങളുടെ യൂണിവേഴ്സിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധിയായി ഗ്രീൻ സ്റ്റോൺ പ്രവേശം. അപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ലോഗോ എനിക്ക് കാണിക്കാനുണ്ട്. 1 2 3 ഷിറ്റ്, ഇത്രേ എനിക്ക് കാണിക്കാനുള്ളൂ. കാരണം ഇത് ആർക്കാണ് ഈ പുള്ളിക്കാരൻ, അതായത് ഗ്രീൻ സ്റ്റോൺ ലോഗോ ആദ്യം പ്രവചിച്ചത് ഫ്രാൻസിനെ കളി തുടങ്ങുന്നതിന് മുമ്പേ പ്രവചിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രാൻസ് വെളിയിലായല്ലോ. ഫ്രാൻസ് വെളിയിലായി കഴിഞ്ഞിട്ട് ഉടനെ ഇംഗ്ലണ്ടിനെ പ്രവചിക്കും. ഇങ്ങനെ പ്രവചിക്കുമ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ടീമിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടെ പോവുക. ഫൈനലിലായാലും അങ്ങനെ പ്രവചിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് പോവുക. അപ്പം ഇന്നലെ കളി തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഇത് വെളിവിടുന്നത്. എന്നിട്ട് ഇതൊക്കെ അങ്ങ് ഭയങ്കര വാർത്തയായിട്ട് അങ്ങ് പറയാം. എന്നിട്ട് ഇയാൾ ഒരു ഇതും പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ഇയാളെ ഇത് തെറ്റിയാൽ ഇയാളെ അൺഫോളോ ചെയ്തോ ഉറപ്പിച്ച് പറയുന്നുണ്ട്, 100% ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇയാളെ ഫോളോ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബ്രേക്ക് എടുത്തേക്കുമല്ലോ. ആരെങ്കിലും ഇയാളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഫോളോ ചെയ്യുക. ഇയാൾ തന്നെ പറയുന്നുണ്ടല്ലോ അൺഫോളോ ചെയ്യാം. പിന്നെന്തോ ഇതിനെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്നത് അൺഫോളോ ചെയ്യുക. ഇയാൾ വേറെ ഏതാണ്ടൊക്കെ പ്രവചിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഈ വാർത്തയ്ക്കകത്ത് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു ജ്യോതിഷിയായിരിക്കുമല്ലോ. ഞാൻ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലുള്ള ഓരോരുത്തരും ഓരോ ജ്യോതിഷിയാണല്ലോ. 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കളി തുടങ്ങുന്നതിന് മുന്നേ ഇന്ത്യക്ക് കിട്ടുമെന്ന് ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രവചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തുവാ, കളി തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടീമിനെ അല്ലയോ വേൾഡ് കപ്പ് എടുക്കാൻ നമുക്ക് ആഗ്രഹം. അതിൽ പ്രവചനം. അത് കഴിഞ്ഞിട്ട് 2015 വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടുമെന്ന് പ്രവചിച്ചത് നടന്നില്ല. 2019 ഇന്ത്യക്ക് കിട്ടുമെന്ന് വിചാരിച്ചു, നടന്നില്ല. അതുപോലെ IPL ഞാൻ CSK സപ്പോർട്ട് ചെയ്തില്ല. CSK കളി തുടങ്ങുന്നതിന് മുന്നേ CSKക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന് കപ്പ് കിട്ടുമെന്നാണ് നമ്മൾ പ്രവചിക്കുന്നത്. ചിലപ്പോൾ അത് സത്യമാവും. അത് ഇങ്ങനെ ആരെ കൊണ്ട് പ്രവചിക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കളി നടക്കുമ്പം അങ്ങനെ ഒന്ന് പ്രവചിക്കില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ഇന്നലെ നടന്നത് ഏറ്റവും കിടിലം കളിയാണ്. നിങ്ങളിത് കണ്ടു നോക്കിയാൽ മതി. ജീവൻ മറിഞ്ഞ പോരാട്ടമായിരുന്നു അർജന്റീന ഇംഗ്ലണ്ട്. കിടിലം മത്സരം. ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഗോളൊന്നും ആരും അടിച്ചിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ തുടങ്ങുവാണെങ്കിൽ ഇംഗ്ലണ്ട് ഗോൾ അടിച്ച്, പിന്നെ നോക്കുവാണെങ്കിൽ അർജന്റീന ഏറ്റവും ഡൗൺ ആയി കിടക്കുന്നത് 1-1 തിരിച്ചുവരവ്. അവസാനത്തെ 10 മിനിറ്റിൽ 1-1 തിരിച്ചുവരവ്. കിടിലം മത്സരം. കണ്ടിരിക്കുന്നവർ അർജന്റീന ഫാനായി. അതാണ് കളി. കണ്ടിരിക്കുന്നവർ, ഞാൻ കളി തുടങ്ങുന്നതിന് മുന്നേ
ഞാൻ വലിയ പ്രൊജക്ടറൊക്കെ വെച്ച് കാണാൻ ഭയങ്കര വൈബാണ്. ഒത്തിരി പേരുടെ മുന്നിൽ നമ്മൾ തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് കളി തുടങ്ങുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്ത ഒരു അർജന്റീനയുടെ കളി കണ്ട് അർജന്റീനയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അത്രയ്ക്കും കിടില എന്ന് വെച്ചാൽ നമ്മളൊരു സിനിമ കണ്ട് സിനിമയ്ക്കകത്ത് നല്ലൊരു ത്രില്ല് കണ്ട് ആ സിനിമ കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ത്രില്ലർ അതായത് ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതേപോലെ ഒരു മനസ്സ് നിറഞ്ഞൊരു കളിയായിരുന്നു ഇന്നലെ നടന്നത്. അപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടു. കിടിലൻ മത്സരം. അർജന്റീനയുടെ ഏറ്റവും നല്ല മത്സരം ഇന്നലെ ആയിരുന്നു കണ്ടത്. ഇതിലും ഒരു നല്ല മത്സരമാണ് ഇനി അടുത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള കളിയിൽ അർജന്റീന 2ാമത്തെ കപ്പ് മെസ്സിക്ക് വേണ്ടി പൊക്കണം. അതുവരെ ഇതേപോലെയുള്ള ജ്യോതിഷിയൊക്കെ എടുത്ത് വെളിയിൽ കളയണം. അതായത് ഇതുപോലെ ഒരു വാർത്തയാക്കി അത് ഗ്രീൻ സ്റ്റോൺ ലോഗോ ഇവിടെ സൂക്ഷിക്കണം. ഇയാളതിനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല, എല്ലാവരും അൺഫോളോ ചെയ്യുക. മനസ്സിലായില്ല, അൺഫോളോ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.